തുടർച്ചയായി 3 തോൽവികൾ നേരിട്ട ചെന്നൈ സൂപ്പർ കിങ്സ് IPL ഈ സീസണിൽ ഒരു തിരിച്ചുവരവ് നടത്തും. അങ്ങനെ നടത്തണമെങ്കിൽ അനിവാര്യമായ മാറ്റങ്ങൾ എന്തൊക്കെ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു സൂപ്പർ കിങ്സിൻ്റെ കളി കാണുന്ന ഒരു സുഖം ഇതുവരെ ഈ സീസണിൽ കിട്ടിയിട്ടില്ല. സാധാരണ അവരെ ഗെയിമൊക്കെ വാച്ച് ചെയ്യുന്നവർക്കറിയാം എത്ര ആത്മാർത്ഥമാണ് ഓരോ പ്ലേയേഴ്സ് കളിക്കാനുള്ളത്. അപ്പോൾ അവരെ മെയിൻ മിസ്റ്റേക്ക് ഈ വട്ടം ഫസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബൗളിംഗ് യൂണിറ്റാണ്. ഓപ്ഷന് ശേഷം ചെന്നൈ കരുതിയിരുന്നത് നാഥൻ എല്ലിസിനെ ഡെത്ത് ബോളറെ യൂസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ അവിടെ അവർക്ക് ആദ്യം തിരിച്ചടി കിട്ടുകയാണ്. എല്ലിസ് പരിക്ക് പറ്റി പുറത്തു പോവാണ്. പകരമാര്? ആ ചോദ്യത്തിനൊരു ഉത്തരം ഈ 3 കളിയിലും ചെന്നൈക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. അവിടെയാണ് ആദ്യ നെഗറ്റീവ് പോയിൻറ്റ്. രണ്ടാമത്തെ നെഗറ്റീവ് പോയിൻറ്റ് ക്യാപ്റ്റൻസി. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം ധോണിയുടെ പരിക്ക്. ഗെയ്ക്വാദ് എന്ന ക്യാപ്റ്റൻ ഭയങ്കര ക്യാപ്റ്റൻസിയിൽ മോശമാണെന്നാണ് ഈ 3 കളിയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ബൗളിംഗ് റൊട്ടേഷൻ തീരെ ശരിയായിരുന്നില്ല. അവിടെയാണ് MS ധോണി എന്നൊരു നായകൻ്റെ ഇമ്പോർട്ടൻസ്. പുള്ളി കഴിഞ്ഞ 2 സീസണായി ബാറ്റിങ്ങിൽ അത്ര ശോഭിച്ചിട്ടൊന്നുമില്ലെങ്കിലും ചെന്നൈക്ക് വേണ്ട സമയത്ത് ഫീൽഡിംഗ് ഇൻസ്ട്രക്ഷനും ഗെയ്ക്വാദിനൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന പുള്ളിയാണ്. അവിടെയാണ് ഇപ്പോൾ ചെന്നൈ പുള്ളിയെ മിസ് ചെയ്യുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ബൗളിംഗ് യൂണിറ്റിനെ മൊത്തത്തിലായി ബാധിക്കുന്നത്. അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ധോണി തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത് മധ്യനിരയുടെ ശക്തിയായി മാറേണ്ടിയിരുന്ന ഡെവാൾഡ് ബ്രെവിസ് പരിക്ക് പറ്റി പുറത്താണ്. അടുത്ത മത്സരത്തിന് താരം പൂർണ്ണമായി ഫിറ്റാവുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ വന്ന ഒരുവിധം ബാറ്റിംഗ് ഡബിൾ സ്ട്രോങ്ങും ചെന്നൈയുടെ കൺഫേമാണ്. ഒരു 20-30 റൺ എക്സ്ട്രാ എപ്പോഴും എടുക്കേണ്ട ആവശ്യം ചെന്നൈക്കുണ്ട്. കാരണം ബൗളിംഗ് യൂണിറ്റ് വീക്കാണ്. അതവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് നാലാമത് തോന്നിയത് സഞ്ജു സാംസൻ്റെ ഫോമില്ലായ്മ, അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ബാറ്റിംഗ് ഫോമില്ലായ്മ. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വർക്കായാൽ മാത്രമേ ചെന്നൈ കപ്പ് തൂക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് വലിയൊരു കടമ്പ ഇനി മറികടക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പോയിൻ്റായി ചെന്നൈ അടുത്തത് കണക്കാക്കുന്നത്. ഇനി ഇതിനെല്ലാമുള്ളൊരു പോംവഴികൾ. അടുത്ത മത്സരത്തിലൂടെ ഡെവാൾഡ് ബ്രെവിസ് തിരിച്ചു വരും. അപ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആവും. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളത് ധോണിയുടെ തിരിച്ചു വരവാണ്. ധോണിയും തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വന്നാൽ ആരെ പുറത്തിരുത്തും? എനിക്ക് തോന്നുന്നു തീർച്ചയായും കാർത്തിക് ശർമ്മ പുറത്ത് പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ പ്രശാന്ത് വീർ അല്ലെങ്കിൽ നൂർ അഹമ്മദ്, ഇതിലൊരാളെ പുറത്തിരുത്തേണ്ടി വരും. കാരണം നൂർ അഹമ്മദ് ഇപ്പോൾ ഭയങ്കരമായി എക്കോണമിയിലൊന്നും പന്ത് എറിയണില്ല. നല്ല അടി മേടിക്കുന്നുണ്ട് പുള്ളി. അപ്പോൾ എനിക്ക് തോന്നുന്നു അഖിൽ ഹുസൈനെ പരീക്ഷിക്കേണ്ട സമയം ആയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഹെൻറിയും ഇപ്പോൾ ഭയങ്കര വീക്കാണ്. പവർ പ്ലേയിലും പുള്ളിയുടെ പഴയൊരു ഫീലിംഗ് കിട്ടണില്ല. അപ്പോൾ പകരം എനിക്ക് തോന്നുന്നു സാക് ഫോക്സ് എന്നൊരു ന്യൂസിലൻഡ് പ്ലെയറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. പുള്ളി ഇറക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സീസൺ ചെന്നൈ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. ഡൽഹിയുടെ ഒപ്പമാണ് അടുത്ത മത്സരം.